നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം 10ാം ക്ലാസ്സിൽ ഏകദേശം 11 ചാപ്റ്ററാണ് ഹിസ്റ്ററിയിലുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ദ റവല്യൂഷൻ ഓഫ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കിന്ന് ഇതിലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റവല്യൂഷൻ, ഒരുപാട് വിപ്ലവങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് വിപ്ലവങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, റവല്യൂഷൻസ്. അങ്ങനെയുള്ള വിപ്ലവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ, അമേരിക്കൻ റവല്യൂഷൻ തന്നെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, പിന്നീട് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, പിന്നീട് റഷ്യൻ റവല്യൂഷൻ, പിന്നീട് ചൈനീസ് റവല്യൂഷൻ. ഇങ്ങനെ 5 വിപ്ലവങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. നമുക്ക് ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്, അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ് നോക്കാം. നമുക്ക് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ എന്താണ്, അമേരിക്കൻ റവല്യൂഷൻ. നമുക്കറിയാം ഇന്ന് ലോകസമ്പന്ന രാജ്യങ്ങളിൽ തന്നെ 1ാം സ്ഥാനം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. എന്നാൽ അതായത് 16th സെഞ്ച്വറിയുടെ ബാക്കിലോട്ട് നമുക്കറിയാം വളരെ ശോചനീയമായ, വളരെ ദരിദ്രമായ ഒരു രാജ്യം തന്നെയായിരുന്നു അമേരിക്ക. വളരെ ചെറിയ കോളനികളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നൊരവസ്ഥയിലായിരുന്നു ആ രാജ്യം. ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തുന്നതിന് ഈ അമേരിക്കൻ റവല്യൂഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കൻ റവല്യൂഷനിൽ ദ 16th സെഞ്ച്വറി, ഏകദേശം 16ാം നൂറ്റാണ്ടോട് കൂടി അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തേക്ക് ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലെ ഒരുപാട് ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. മൈഗ്രേറ്റ് മീൻസ് കുടിയേറാൻ തുടങ്ങി. അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അവർക്ക് പ്രധാനമായിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങൾ മൊത്തം കൊള്ളയടിക്കുക എന്നത് തന്നെയായിരുന്നു. അതിനുവേണ്ടി അവരൊരു 13 കോളനികൾ സ്ഥാപിച്ചു. അമേരിക്കൻ ജനങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവർ അവിടെ ഒരു 13 കോളനികൾ സ്ഥാപിച്ചു. ഈ 13 കോളനികളുടെ അവരുടെ ഡോമിനൻസ്, അവരുടെ ആധിപത്യം തന്നെയായിരുന്നു. അവരുടെ പലതരത്തിലുള്ള ലോ, നിയമങ്ങൾ, പലതരത്തിലുള്ള ടാക്സുകൾ, ഇങ്ങനെ പല സംഭവങ്ങളും ഇവിടെ മേലടിച്ചേൽപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു മിസറബിളായ ലൈഫ്, വളരെ ദുരിതപൂർണമായ ഒരു ജീവിതത്തിലേക്കാണ് ഈ യൂറോപ്യൻസ് അമേരിക്കൻ ജനതയെ തള്ളിവിട്ടത്. അവരുടെ പ്രതിഷേധാർഹം ഈ കോളനികളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്തു. ആ സമയങ്ങളിൽ ആ അമേരിക്കൻ കോളനികളിൽ മുഴങ്ങിക്കേട്ട ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു: നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ശരിക്കും ഇവർ 13 കോളനികൾ ഇവിടെ സ്ഥാപിച്ചു. ഈ 13 കോളനികളെയും ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ഇവരുടെ ആധിപത്യം, ഇവർക്ക് പലതരത്തിലുള്ള റിസോഴ്സ്, അവിടുത്തെ റിസോഴ്സ് കൊള്ളയടിക്കുക എന്നൊക്കെ തന്നെയാണ് അല്ലേ. പ്രധാനമായിട്ടും അവിടുത്തെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, നമുക്കറിയാം ഈ ഏലം, കുരുമുളക്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റോ മെറ്റീരിയൽസ് ആയിട്ട് കണക്കാക്കാം. റബ്ബർ, തേയില, ഇതൊക്കെ റോ മെറ്റീരിയൽസാണ്. ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അത് വിൽക്കുക, അതിനുള്ള ഒരു മാർക്കറ്റായിട്ടായിരുന്നു ഇവർ ഈ 13 കോളനികളെയും കണ്ടത്. അതിനു വേണ്ടിയിട്ട് അവരുടെ മദർ ലാൻഡായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി അവരവിടെ ട്രേഡ് പോളിസി കൊണ്ടുവന്നു, ഒരു വാണിജ്യ നയം കൊണ്ടുവന്നു. അതാണ് മെർക്കൻറ്റലിസം. അപ്പോൾ എന്താണ് മെർക്കൻറ്റലിസം എന്താണ്? ഓക്കെ, നമുക്കറിയാം എന്താ മെർക്കൻറ്റലിസം. അവിടെ യൂറോപ്യൻസ് അവരുടെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും വിൽക്കാനുമുള്ള ഒരു കമ്പോളമായിട്ടാണ് 13 കോളനികളെയും കണക്കാക്കിയത്. തുടർന്ന് അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി അവർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെ വിളിക്കുന്ന പേരാണ് മെർക്കൻറ്റലിസം. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുക, വിൽക്കുക, ഇതിനുള്ളൊരു മാർക്കറ്റായിട്ടാണ് കണ്ടത്. അതോടൊപ്പം തന്നെ അവിടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ ഹെൽപ്പോട് കൂടി അവരവിടെ കൊണ്ടുവന്ന ട്രേഡ് പോളിസിയെ വിളിക്കുന്ന പേരാണ് മെർക്കൻറ്റലിസം. ഓക്കെ, മാത്രമല്ല ഒരുപാട് മെർക്കൻറ്റലിസ്റ്റ് ലോസ്, നിയമങ്ങളുണ്ടായിരുന്നു. മെർക്കൻറ്റലിസ്റ്റ് ലോസ്, നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ നമുക്കറിയാം 5 നിയമങ്ങളാണ് പ്രധാനമായും നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന്, ഇപ്പോൾ 13 കോളനികളാണല്ലോ ഉള്ളത്. ഇതിൽ 13 കോളനികളിൽ ഒരു കോളനിയിൽ നിന്ന് മറ്റൊരു കോളനിയിലേക്ക് സാധനങ്ങൾ മറ്റൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഒരു കോളനിയിൽ നിന്ന്
മറ്റൊരു കോളനിയിലേക്ക് ഗുഡ്സ് സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് ഷിപ്പിലോ അതല്ല എങ്കിൽ കോളനികളിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഷിപ്പിലോ ആയിരിക്കണം. അപ്പോൾ കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങളും മറ്റും കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷുകാരുടെ കപ്പലുകളിലോ അതല്ല എങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. ഇതായിരുന്നു ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് കോളനികളിൽ നിർമ്മിക്കുന്ന പഞ്ചസാര, ഷുഗർ, കോട്ടൺ, പരുത്തി, വൂൾ, കമ്പിളി ആൻഡ് ടൊബാക്കോ, പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാവൂ. വേറൊരു രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യാൻ പാടില്ല. അപ്പോൾ കോളനികളിൽ നിർമ്മിച്ച പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മറ്റൊരു ലോ എന്ന് പറയുന്നത് കോളനികളിലെ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ, നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, ന്യൂസ് പേപ്പർ, വർത്തമാന പത്രങ്ങൾ, പാംഫ്ലെറ്റ്സ്, ലഘുലേഖകൾ ആൻഡ് ലൈസൻസുകൾ ഇവയിലെല്ലാം ഇംഗ്ലീഷുകാരുടെ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം. ഇതായിരുന്നു മറ്റൊരു ലോ എന്ന് പറയുന്നത് കോളനികളിൽ ഇവർ ഒരുപാട് മിലിറ്ററീസിനെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള സൈന്യത്തിന് ആവശ്യമായ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഭക്ഷണവും താമസ സൗകര്യവും മറ്റുമെല്ലാം ആരെന്നെ കൊടുക്കണം? ഈ കോളനിക്കാർ തന്നെ കൊടുക്കണം. മറ്റൊന്നെന്ന് പറയുന്നത് കോളനികളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗ്ലാസ് ആൻഡ് പേപ്പർ, ഗ്ലാസും കടലാസും. അപ്പോൾ കോളനികളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗ്ലാസ്, പേപ്പർ എന്നിവയ്ക്ക് ഇമ്പോർട്ട് ടാക്സ് കൊടുക്കണം, ഇറക്കുമതി ചുങ്കം കൊടുക്കണം. ഇങ്ങനെ 5 നിയമങ്ങളായിരുന്നു മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എന്താണ് മെർക്കന്റിലിസം, എന്താണ് അതിൻ്റെ നിയമങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ വരെ പറഞ്ഞു അല്ലേ. നമുക്കിനി ഇപ്പോൾ നമുക്കറിയാം ഈ 13 കോളനികളിലും ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, അവരുടെ നിയമങ്ങളൊക്കെ വളരെയേറെ മിസറബിളായ ലൈഫിലേക്കാണ് ഇവരെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തദ്ദേശീയമായ ജനത അഥവാ അമേരിക്കൻ കോളനികളിലെ ജനത ഇവർക്കെതിരെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സമരത്തിന് ഇവരെ പ്രചോദനമാക്കുന്നത് അവിടുത്തെ തിങ്കേഴ്സ്, അവിടുത്തെ ചിന്തകന്മാരുടെ ആശയങ്ങളാണ്. അങ്ങനെയുള്ള ചിന്തകന്മാരാരൊക്കെയാണ്, അവരുടെ ആശയങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചിന്തകൻ എന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. ആരാണ്? ജോൺ ലോക്ക്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അമേരിക്കൻ ചിന്തകനാണ് ജോൺ ലോക്ക്. ജോൺ ലോക്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ആശയം എന്ന് പറയുന്നത്, അതേ പറയുന്നു മനുഷ്യന് ഒരുപാട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ, അത് ഒഴിവാക്കാൻ അഥവാ സസ്പെൻഡ് ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇതാണ് ജോൺ ലോക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരാളായിരുന്നു തോമസ് പെയിൻ. തോമസ് പെയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്കറിയാം, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, ഇവിടെ വിദേശ ശക്തി എന്ന് പറയുന്നത് യൂറോപ്യൻസ് അഥവാ ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ കോണ്ടിനെൻറ്റ് അല്ലേ, അമേരിക്കൻ കോണ്ടിനെൻറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ഒരുപാട് കാലം, ദീർഘകാലം കീഴടങ്ങിക്കിടക്കുക എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അതൊരിക്കൽ സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. ഇതായിരുന്നു തോമസ് പെയിൻ്റെ വാക്കുകൾ. ആദ്യം ജോൺ ലോക്ക് പറഞ്ഞു മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതില്ലാതാക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. തോമസ് പെയിൻ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ഒരുപാട് കാലം കീഴടങ്ങിക്കിടക്കുക എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അത് സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. ഇവർ രണ്ടുപേരുടെയും ഈ പറയുന്ന ഐഡിയോളജി സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന തദ്ദേശീയമായ ജനതയെ ഈ യൂറോപ്യൻസിനെതിരെ ഒരു വാർ അല്ലെങ്കിൽ ഒരു അഗിറ്റേഷൻ, ഒരു സമരത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പ്രചോദനം നൽകിയത്. അതാണ് ഐഡിയോളജി ഓഫ് ഇൻസ്പിറേഷൻ. ആശയങ്ങളുടെ പ്രചോദനം തന്നെ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എൻറ്റയർ കോണ്ടിനെൻ്റൽ അസംബ്ലി. ഈ വൻകരകളെല്ലാം ഒന്നിക്കാൻ പോവാണ്. നമുക്കറിയാം 13 കോളനികളാണുള്ളത് അല്ലേ. അതിൽ ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെ ബാക്കി കോളനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അഥവാ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയ, എവിടെയാണ്? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പോൾ 1774 ഫിലാഡൽഫിയയിൽ ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേര്. ഇറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്.
ഈ സംഭവം എന്ത് പേരിൽ അറിയപ്പെട്ടു? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ. തുടർന്ന് 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് തുടങ്ങി. ഈ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ തലവനായിട്ട് മിലിറ്ററിയുടെ തലവനായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഓക്കെ. ഒന്നുകൂടി പറയാം. 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ മിലിറ്ററിയുടെ തലവനായിട്ട് ആരെ തിരഞ്ഞെടുത്തു? നമ്മുടെ ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്ന് കോമൺ സെൻസ് എന്ന തോമസ് പെയിൻ്റെ ഒരു ലഘുലേഖയിൽ അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് വിവേകപരമായിട്ടുള്ള പ്രവൃത്തി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുന്നതാണ് നല്ലത് എന്ന് ആര് പ്രഖ്യാപിച്ചു? തോമസ് പെയിൻ തൻ്റെ ലഘുലേഖയായ കോമൺ സെൻസിൽ പ്രഖ്യാപിച്ചു. തുടർന്ന് 1776 ദ ഫേമസ് ഡിക്ലറേഷൻ ഇൻ ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫ്രെയിം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് തോമസ് ജെഫേഴ്സൺ. എന്ന് പറയുന്നത്. ഓക്കെ. ആരാണ് അമേരിക്കൻ ഫേമസ് ഡിക്ലറേഷൻ ഇൻ ഇൻഡിപെൻഡൻസ് എന്ന ആ ഒരു ഡിക്ലറേഷൻ ഫ്രെയിം ചെയ്തത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. ഈ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് അഥവാ ഡിക്ലറേഷൻ, ഈ ഡിക്ലറേഷൻ അനുസരിച്ച് അമേരിക്കയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും അഥവാ യൂറോപ്പിലെ പ്രധാനമായ രാജ്യമായ ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം 1789 അവസാനിച്ചു. ഓക്കെ. ഇങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം 1783 അമേരിക്ക ഒരു ട്രീറ്റി ഓഫ് പാരീസ് ഒരു എന്താ പറയുക പാരീസ് ഉടമ്പടി പ്രഖ്യാപിച്ചു. ഈ പാരീസ് ഉടമ്പടി പ്രകാരം യൂറോപ്യൻസിൻ്റെ കയ്യിലുള്ള 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കണം. അങ്ങനെ ഈ യൂറോപ്യൻസ് അഥവാ ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള യൂറോപ്യൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി പ്രകാരം ഇവർക്ക് അംഗീകരിച്ചു കൊടുത്തു. തുടർന്ന് 1784 അമേരിക്ക ഒരു ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കുകയും ചെയ്തു. ഈ ഭരണഘടന ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആരാണ്? ജെയിംസ് മാഡിസൺ. ഓക്കെ. അപ്പോൾ ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കി അത് ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ ആണ്. ഇതനുസരിച്ച് പുതിയ ഭരണഘടനയനുസരിച്ച് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? ജോർജ് വാഷിങ്ടനെ. ഓക്കെ. അപ്പോൾ അമേരിക്കയും എന്താ പറയുക, ഈ പറയുന്ന യൂറോപ്യൻസ് അഥവാ ഇംഗ്ലണ്ട് തമ്മിലുള്ള യുദ്ധം 1781 അവസാനിച്ചു. അത് അവസാനിച്ചതിന് ശേഷം അമേരിക്ക ഒരു ട്രീറ്റി ഓഫ് പാരീസ് ഉടമ്പടി പ്രകാരം അവരുടെ കയ്യിലുള്ള യൂറോപ്യൻസിൻ്റെ കയ്യിലുള്ള 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു യൂറോപ്യൻസ്. തുടർന്ന് അമേരിക്ക ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കി. ആരാ തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൺ. ഇതനുസരിച്ച് അമേരിക്ക ഒരു പുതിയ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതായിരുന്നു അമേരിക്കൻ റവല്യൂഷൻസിൻ്റെ ഭാഗം. നമ്മൾ പറയാൻ പോകുന്നത് ഈ അമേരിക്കൻ റവല്യൂഷൻ്റെ എഫക്റ്റാണ്, ഇമ്പാക്റ്റ് എന്നൊക്കെ പറയാം അല്ലേ. ഒരു 5 എഫക്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് അഥവാ എഫക്റ്റ് എന്തൊക്കെയാണ്? നമുക്കറിയാം, പിൽക്കാലത്ത് ഒരുപാട് റവല്യൂഷൻസ് ഉണ്ടായി. അമേരിക്കൻ റവല്യൂഷൻ കഴിഞ്ഞ ശേഷം ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ, റഷ്യൻ, ചൈനീസ് എന്നിങ്ങനെ ഒരുപാട് റവല്യൂഷൻസ് ഉണ്ടായി. ആ റവല്യൂഷൻസിനൊക്കെ ഒരു ഡയറക്ഷനും മോട്ടിവേഷനും ഈ റവല്യൂഷൻ നൽകി. അതാണ് ഒന്നാമത്തെ എഫക്റ്റ്. അപ്പോൾ പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഒരു പ്രചോദനവും ലക്ഷ്യബോധവും, ഡയറക്ഷൻ മീൻസ് ലക്ഷ്യബോധം അല്ലേ, ആൻഡ് മോട്ടിവേഷൻ പ്രചോദനം, ഈ സംഭവം നൽകി. രണ്ടാമത്തത് മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കി. അല്ലേ, മനുഷ്യാവകാശം എന്നറിയില്ല നിങ്ങൾക്ക്, മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കി.
മറ്റൊന്ന് മൂന്നാമതെന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ എന്ന ഭരണരീതി ഇത് ഫോർവേഡ് ചെയ്തു. റിപ്പബ്ലിക്കൻ ഭരണരീതി ഇത് മുന്നോട്ട് വെച്ചു. നാലാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കയിലൂടെയാണ്. ദ ലാസ്റ്റ് ഫെഡറൽ രാഷ്ട്രം, രാഷ്ട്രം ഫെഡറൽ സ്റ്റേറ്റ് അഥവാ ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകിയതും അമേരിക്കൻ റവല്യൂഷൻസിൻ്റെ ഭാഗമാണ്. ഇതാണ് അമേരിക്കൻ റവല്യൂഷൻസിൻ്റെ എഫക്റ്റ്. ഞാൻ ഒന്നുകൂടി പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് അമേരിക്കൻ റവല്യൂഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഇത് പ്രചോദനവും ലക്ഷ്യബോധവും നൽകി, മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ടാക്കി, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകി. ഇതായിരുന്നു അമേരിക്കൻ റവല്യൂഷൻ്റെ എഫക്റ്റ്. അപ്പോൾ നമുക്ക് അമേരിക്കൻ റവല്യൂഷനിൽ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് അമേരിക്കൻ കോളനികളിൽ മുഴങ്ങിക്കേട്ട ആ സ്ലോഗൻ, മുദ്രാവാക്യം എന്താണ്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പിന്നീട് മെർക്കൻറ്റലിസം എന്താണ് മെർക്കൻറ്റലിസ്റ്റ് ലോസ്, മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ്? പിന്നീട് അമേരിക്കയും ഈ യൂറോപ്യൻസ് തമ്മിലുള്ള യുദ്ധം അഥവാ ഇംഗ്ലണ്ട് തമ്മിലുള്ള യുദ്ധം എവിടെയാണ് അവസാനിക്കുന്നത്, ഏത് രീതിയിലാണ് അത് അവസാനിക്കുന്നത്, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആരാണ് തയ്യാറാക്കിയത്, അതുപോലെ തന്നെ അമേരിക്ക ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത് ആരാണ്, പിന്നീട് അമേരിക്കൻ റവല്യൂഷൻസിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്, ആരുടെയൊക്കെ ഐഡിയോളജിയാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകിയത്, ഇതൊക്കെയാണ് നമുക്ക് അമേരിക്കൻ റവല്യൂഷനിൽ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് നിങ്ങളോട് മുന്നോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അമേരിക്കൻ റവല്യൂഷനാണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞത്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ പടത്തിലെ രണ്ടാമത്തെ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫ്രാൻസിലുണ്ടാകുന്ന വലിയൊരു വിപ്ലവം, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഈ റവല്യൂഷൻസിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടുത്തെ മൂന്ന് രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ കാണാൻ നിങ്ങൾ 3 സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ നിങ്ങൾ. ഫസ്റ്റ് ലൂയിസ് 14 എന്ന് പറയുന്ന ആ രാജാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അയാൾ പറയുന്ന ഐ ആം ദ സ്റ്റേറ്റ്. അയാൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ്. അതായത് ഞാനാണ് രാഷ്ട്രം. God has given absolute power to the king. എനിക്ക് അധികാരങ്ങൾ തന്നത് ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. ഗോഡ് ഹാസ് ഗിവൺ അബ്സല്യൂട്ട് ടു ദ പവർ. എനിക്ക് അധികാരങ്ങൾ തന്നത് ദൈവമാണ്. എൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഒരേ ഒരാൾക്ക് അവകാശമുള്ളത് ദൈവത്തിനാണ്. ഒരാളെ സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ് ലൂയിസ് 15 എന്ന് പറയുന്ന ആ റൂളേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ആഫ്റ്റർ മീ ഡെല്യൂജ്, എനിക്ക് ശേഷം പ്രളയമുണ്ടാകും. എനിക്ക് ശേഷം ഈ രാജ്യം തന്നെ അവസാനിക്കും. ഞാനാവും ഈ രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി. ആഫ്റ്റർ മീ ഡെല്യൂജ്, എനിക്ക് ശേഷം പ്രളയമുണ്ടാകും. ഇതായിരുന്നു രണ്ടാമത്തെ ചക്രവർത്തിയുടെ ഒരു പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റ്. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം നമുക്ക്. മേരി ആൻ്റോണിയറ്റ്. If they can eat bread, let them eat cake. If they can eat bread, let them eat cake. ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ? ഇതായിരുന്നു മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി. ഫ്രാൻസിൽ ഏത് രീതിയിൽ നിന്ന ഭരണരീതിയായിരുന്നു എന്ന്, ഫ്രാൻസിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ആൾ പറയുന്നത് ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം, എനിക്ക് അധികാരങ്ങൾ തന്നത് ദൈവമാണ്. അതൊരു ഓട്ടോക്രാറ്റിക് റൂളറാണ്, ഏകാധിപത്യ ഭരണാധികാരിയാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞ ആഫ്റ്റർ മീ ഡെല്യൂജ്, എനിക്ക് ശേഷം പ്രളയമുണ്ടാവും, ഞാനാവും ഈ രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി. അതും ഒരു ഓട്ടോക്രാറ്റിക് റൂളറാണ്. മറ്റൊന്ന് പറയുന്നു ഇഫ് ദ ക്യാൻ ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. റൊട്ടിയില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ? അത് റൂളേഴ്സ് വേറെ സ്കോണ്ടേസ്, ഒരു ധൂർത്ത ഭരണാധികാരി കൂടിയാണ്. അപ്പോൾ ഫ്രാൻസിൽ നിലനിന്ന അഡ്മിനിസ്ട്രേഷൻ ഭരണരീതി എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്,
ഓട്ടോക്രാറ്റിക് റൂൾ. എന്താണ്? ഏകാധിപത്യ ഭരണം. 2 റൂളേഴ്സ് വേഴ്സ് കോണ്ടേഴ്സ്, ധൂർത്ത ഭരണം. ഈ 2 ഭരണങ്ങളാണ് അവിടെ നിലനിന്നിരുന്നത്. ഒന്ന് ഓട്ടോക്രാറ്റിക് റൂളർ, 2 റൂളേഴ്സ് വേഴ്സ് കോണ്ടേഴ്സ്, ധൂർത്ത ഭരണരീതി. ഇങ്ങനെ 2 ഭരണരീതിയാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. ഈ ഫ്രഞ്ച് സൊസൈറ്റിയെ ലൂയിസ് 15 പല മേഖലകളിലായിട്ട് മാറ്റിയിരുന്നു. പിന്നീട് ഫ്രഞ്ച് സൊസൈറ്റിയെ 3ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഈ ഡിവൈഡ് ചെയ്ത ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് തന്നെ എസ്റ്റേറ്റ് സിസ്റ്റം എന്നാണ്. എന്താണ്? എസ്റ്റേറ്റ് സിസ്റ്റം. എസ്റ്റേറ്റ് സിസ്റ്റം എന്നാണ്. എന്താണ് എസ്റ്റേറ്റ് സിസ്റ്റം? ഫ്രഞ്ച് സൊസൈറ്റിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേര് എസ്റ്റേറ്റ് സിസ്റ്റമാണ്. 3 എസ്റ്റേറ്റുകളുണ്ടായി. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ പ്രധാന വിഭാഗം ക്ലർജി ആയിരുന്നു. ആരാണ് ക്ലർജി? ഫസ്റ്റ് എസ്റ്റേറ്റിലെ പ്രബല വിഭാഗം എന്ന് പറയുന്നത് ക്ലർജിയാണ്. എന്ന് വെച്ചാൽ പുരോഹിതന്മാരായിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റ് പ്രബല വിഭാഗം നൊബിലിറ്റി. ആരാണ് നൊബിലിറ്റി? പ്രഭുക്കന്മാരായിരുന്നു. തേർഡ് എസ്റ്റേറ്റ് പ്രബല വിഭാഗം മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ മധ്യവർഗക്കാരായിരുന്നു. ഇതായിരുന്നു 3 എസ്റ്റേറ്റുകൾ. ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചത്. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് എസ്റ്റേറ്റിലെ ക്ലർജിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ സവിശേഷത നോക്കാം. ഹെൽഡ് വേസ്റ്റ് ലാൻഡ്, ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചവരായിരുന്നു ക്ലർജി. ഫസ്റ്റ് എസ്റ്റേറ്റ് കർഷകരിൽ നിന്ന്, ഫാമേഴ്സിൽ നിന്ന് തിതെ എന്നറിയപ്പെടുന്ന ഒരു ടാക്സ് അവർ കളക്ട് ചെയ്തിരുന്നു. കർഷകരിൽ നിന്ന് തിതെ എന്നറിയപ്പെടുന്ന ഒരു ടാക്സ് അവർ കളക്ട് ചെയ്തിരുന്നു. ഒന്നാമത് ഹെൽഡ് വേസ്റ്റ് ലാൻഡ്, ഒരുപാട് ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്നു. ഫാമേഴ്സിൽ നിന്ന് തിതെ എന്നറിയപ്പെടുന്ന ഒരു ടാക്സ് കളക്ട് ചെയ്യുന്നു. മൂന്നാമത് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാത്തരം ടാക്സും എല്ലാത്തരം നികുതികളിൽ നിന്നും അവരെ ഒഴിവാക്കിയിരുന്നു. നാലാമത്തത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി, ഭരണതലത്തിലും സൈന്യത്തിലും ഹയർ പൊസിഷൻ, ഉയർന്ന പദവികളും ഇവർ വഹിച്ചിരുന്നു. ഇതായിരുന്നു ക്ലർജിയുടെ അവകാശ റൈറ്റ്സ്. ഒന്ന് പറയാം, ഒരുപാട് പ്രദേശങ്ങൾ കൈവശം വച്ചിരുന്നു. കർഷകരിൽ നിന്ന് തിതെ എന്നറിയപ്പെടുന്ന നികുതി പിരിച്ചിരുന്നു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരുന്നു. ഭരണതലത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികൾ വഹിച്ചിരുന്നു. ഇതായിരുന്നു ക്ലർജിയുടെ അവകാശങ്ങൾ. രണ്ടാമത് നൊബിലിറ്റിയാണ്. ആരാണ്? നൊബിലിറ്റി എന്ന് പറയുന്ന ഒരുപാട് ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്നു. കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികളും പിരിച്ചിരുന്നു. നികുതികളും പിരിച്ചിരുന്നു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാത്തരം നികുതികളിൽ നിന്നും അവരെയും ഒഴിവാക്കിയിരുന്നു. ആൻഡ് ലക്ഷറീസ് ലൈഫ്, ആഡംബര ജീവിതം നയിച്ചവരായിരുന്നു. ഇതൊക്കെയാണ് ഹെൽഡ് വേസ്റ്റ് ലാൻഡ്, ഒരുപാട് ഭൂപ്രദേശങ്ങളും കൈവശം വെച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു നൊബിലിറ്റി, രണ്ടാം എസ്റ്റേറ്റിലെ പ്രബല വിഭാഗത്തിൻ്റെ റൈറ്റ്സ്. ഇനി ഇവിടെ പറയാൻ പോകുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റാണ്, തേർഡ് എസ്റ്റേറ്റിലെ മിഡിൽ ക്ലാസ് മധ്യവർഗക്കാരാണ്. കച്ചവടക്കാർ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, ബിസിനസ്മാൻ, അതുപോലെ തന്നെ കർഷകർ എന്നിങ്ങനെയുള്ള പല മേഖലകളും ജോലിയെടുക്കുന്ന ആളുകളായിരുന്നു തേർഡ് എസ്റ്റേറ്റിലുണ്ടായിരുന്നത്. ഇവിടെ റൈറ്റ്സ്, ഇവിടെ അവകാശങ്ങളെന്ന് പറയുന്നത് അങ്ങനെയുള്ള അവകാശങ്ങളൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ, ഭരണതലത്തിൽ ഒരു അവകാശമില്ലാത്തവരായിരുന്നു. അതായിരുന്നു ഒന്നാമത്തത്, ഭരണതലത്തിൽ ഒരു അവകാശമില്ലായിരുന്നു. രണ്ട്, ഗവൺമെൻറ്റിന് തൈലെ എന്ന നികുതി ഇവർ കൊടുത്തിരുന്നു. ഗവൺമെൻറ്റിന് തൈലെ എന്ന് പറയുന്ന ഒരു ടാക്സ് ഇവർ കൊടുത്തിരുന്നു. ഗവൺമെൻറ്റിന് തൈലെ എന്നറിയപ്പെടുന്ന ഒരു ടാക്സ് ഇവർ നൽകിയിരുന്നു. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, കുറഞ്ഞ സാമൂഹിക പദവി അവർക്കുണ്ടായിരുന്നുള്ളൂ. ലോ സോഷ്യൽ സ്റ്റാറ്റസ്. മറ്റൊന്ന്, ഈ ക്ലർജി, നൊബിലിറ്റി എന്നിവർക്ക് ഇവർ ടാക്സ് കൊടുത്തിരിക്കണം. മറ്റൊന്ന്, പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ഇവർ ടാക്സ് നൽകണം, അഥവാ നികുതി നൽകണം. ഇതായിരുന്നു ഇവരുടെ റൈറ്റ്സ്. ഒന്ന്, ഭരണതലത്തിൽ ഒരു അവകാശമില്ലായിരുന്നു. ഗവൺമെൻറ്റിന് തൈലെ എന്നറിയപ്പെടുന്ന നികുതി നൽകണം. കുറഞ്ഞ സാമൂഹിക പദവി അവർക്കുണ്ടായിരുന്നുള്ളൂ. പുരോഹിതന്മാർക്കും
പ്രഭുക്കന്മാർക്കും എന്ത് നൽകണം? നികുതി നൽകുകയും വേണം. ഇതായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത്, നമ്മുടെ അമേരിക്കൻ റവല്യൂഷൻ പറഞ്ഞ സമയത്ത് ഈ അമേരിക്കൻ റവല്യൂഷനിൽ നമ്മൾ പറഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരുപാട് ചിന്തകന്മാരുടെ ആശയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനം നൽകി നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഫ്രഞ്ച് റവല്യൂഷൻസിലും ഒരുപാട് ചിന്തകന്മാരുടെ ആശയങ്ങൾ അവർക്കും ഒരു പ്രചോദനം നൽകിയിരുന്നു. അങ്ങനെയുള്ള ചിന്തകന്മാരാരൊക്കെയാണ്, അവരുടെ ഐഡിയോളജീസ്, ആശയങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഒരു ചിന്തകൻ എന്ന് പറയുന്നത് വോൾട്ടയറാണ്. ആരാണ്? വോൾട്ടയർ. അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെ ഈ ചൂഷണത്തെ പരിഹസിച്ചവനായിരുന്നു. അപ്പോൾ അദ്ദേഹം പുരോഹിതന്മാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തെ അദ്ദേഹം റെഡിക്യൂളി പരിഹസിച്ചു. അപ്പോൾ പുരോഹിതന്മാരുടെ ചൂഷണത്തെ അദ്ദേഹം പരിഹസിച്ചു. രണ്ടാമത്തേതെന്ന് വെച്ചാൽ അദ്ദേഹം റാഷണൽ തിങ്കിങ് എന്ന് വെച്ചാൽ യുക്തിചിന്ത, ആൻഡ് ഇക്വാളിറ്റി, സമത്വം, ആൻഡ് ഹ്യൂമനിസം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രൊമോട്ട് ചെയ്തു, എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ, ഈ വോൾട്ടയർ എന്ന് പറയുന്ന ചിന്തകൻ്റെ ഒരു ഐഡിയോളജി അഥവാ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തന്നെ പറയും. രണ്ടാമത് റൂസോ ജീൻ ജാക്കസ് റൂസോ എന്ന് പറയും. ജീൻ ജാക്കസ് റൂസോയുടെ ഫേമസ് ആയിട്ടുള്ള, പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ എ ചെയിൻസ്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ എ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഈ സ്റ്റേറ്റ്മെൻറ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുത്തു. ഓക്കെ, അതാണ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഈസ് ഇൻ എ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. ജനങ്ങളാണ് പരമാധികാരികൾ അഥവാ സോവർണിറ്റി. ജനങ്ങളാണ് പരമാധികാരികളെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതായിരുന്നു റൂസോ. മറ്റൊന്നായിരുന്നു മോണ്ടസ്ക്യൂ ഈ ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്, ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മറ്റൊന്ന്, ഗവൺമെൻറ്റിൻ്റെ പവർ, അധികാരത്തെ അദ്ദേഹം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ലെജിസ്ലേറ്റർ, രണ്ട് എക്സിക്യൂട്ടീവ്, മൂന്ന് ജുഡീഷ്യറി. അപ്പോൾ മോണ്ടസ്ക്യൂ ആദ്യം റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രസി എന്നിവയെ പ്രൊമോട്ട് ചെയ്തു. രണ്ടാമത്തത് ഗവൺമെൻറ്റിൻ്റെ പവറിന് അദ്ദേഹം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം, രണ്ട് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം, മൂന്ന് ജുഡീഷ്യറി നീതിന്യായം എന്നിങ്ങനെ മൂന്നായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഈ പറഞ്ഞ ചിന്തകന്മാരുടെ ആശയങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഫ്രഞ്ച് ജനതയ്ക്ക് ഈ പറയുന്ന രാജവാഴ്ചക്കെതിരെയും വിദേശ ശക്തികൾക്കെതിരെയും ഒരു സമരത്തിന് ഊന്നൽ നൽകാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്, അഥവാ ഒരു പ്രചോദനം കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ പറയുമ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് അല്ലേ, തേർഡ് എസ്റ്റേറ്റിൽ ജനങ്ങൾ മുന്നേറാൻ പോവുകയാണ്. നമുക്കറിയാം ലൂയിസ് 16 എന്നറിയപ്പെടുന്ന ചക്രവർത്തി ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്തിനായിരുന്നു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തുന്നത്? ഈ സാധാരണക്കാരിൽ നിന്ന്, അത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ജനങ്ങളിൽ നിന്ന് വീണ്ടും പുതിയ നികുതികൾ പിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഈ സ്റ്റേറ്റ് ജനറലിനും നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റിയെ പോലെ തന്നെ 3 എസ്റ്റേറ്റുകളുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ഈ വോട്ടിംഗ് സിസ്റ്റത്തിൽ ആദ്യത്തെ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ടാണ് വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് പറഞ്ഞു ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ടല്ല, ഓരോ എസ്റ്റേറ്റിലെയും ഓരോ മെമ്പേഴ്സിനും, ഓരോ അംഗങ്ങൾക്കും ഒരു വോട്ട് എന്ന വീതം വേണം എന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, അങ്ങനെ 2 എസ്റ്റേറ്റുകളാണ് ആദ്യമുള്ളത്. ഈ 2 എസ്റ്റേറ്റുകൾക്കും ഓരോ വോട്ട് കിട്ടി അവരാണ് മുന്നിൽ വരിക. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഒരു എസ്റ്റേറ്റേ ഉള്ളൂ, അതുകൊണ്ട് അവരതിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഫസ്റ്റ് എസ്റ്റേറ്റിൽ 385 മെമ്പേഴ്സാണ്.
ഓക്കെ. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 മെമ്പേഴ്സ്, എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എസ്റ്റേറ്റിലെയും ഓരോ അംഗങ്ങൾക്കും ഒരു വോട്ട് എന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ വാദം അംഗീകരിച്ച് കഴിഞ്ഞാൽ വിജയം ആർക്കാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിനാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. 1-2 എസ്റ്റേറ്റ് ഇപ്പോൾ തയ്യാറായില്ല. ഈ വാദം തുടർന്ന് നിൽക്കെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ ഇവർ സമ്മേളിച്ചു. എന്താ സമ്മേളിച്ച്? തങ്ങളാണ്, അഥവാ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ തങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ നിയർ ബൈ ടെന്നീസ് കോർട്ട്, തൊട്ടടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. എന്നിട്ട് അവിടെ നിന്നൊരു പ്രതിജ്ഞ ചെയ്തു. പ്രതിജ്ഞ മീൻ ഓത്ത്. ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന തയ്യാറായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടു. ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ. അപ്പോൾ എന്താണ് ടെന്നീസ് കോർട്ട് ഓത്ത്? അതായത് തങ്ങളാണ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് സമ്മേളിക്കുകയും അവിടെ നിന്ന് അവർ ഒരു പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഫ്രാൻസിന് ഒരു പുതിയ ഭരണഘടന തയ്യാറായതിനു ശേഷമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളിനി പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് ഓർ എഫക്റ്റ്, അതിൻ്റെ സ്വാധീനങ്ങളൊക്കെ നമുക്ക് പറയാം. എന്താണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ്? ഇമ്പാക്റ്റ് മീൻസ് ഫലങ്ങൾ കേട്ടോ. ഒന്ന്, പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഇതൊരു ആവേശം പകർന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ, പിൽക്കാലത്തുണ്ടായ എല്ലാ റവല്യൂഷൻസിനും ഇതൊരു ഇൻസ്പിറേഷൻ നൽകി. പിന്നീട് ഫ്രാൻസിലെ ഫ്യൂഡൽ സിസ്റ്റം ഡിസ്ട്രോയിഡ്. ഫ്രാൻസിലെ ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നു. മറ്റൊന്ന്, ഈ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ്, അല്ലാതെ അവിടുത്തെ റീജിയൻ പ്രദേശമല്ല എന്ന ഒരു ഡിക്ലറേഷൻ ഉണ്ടായി. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പ്രദേശമല്ല, അവിടുത്തെ ജനങ്ങളാണ് എന്ന ഒരു ഡിക്ലറേഷൻ വന്നു. മറ്റൊന്ന്, ജനങ്ങളാണ് പരമാധികാരികൾ, ജനങ്ങളാണ് അവിടുത്തെ സോവർണിറ്റി എന്ന ഒരു ഡിക്ലറേഷനും വന്നു. പിന്നീട് നാഷണലിസം, ദേശീയതയുടെ വളർച്ച ഉണ്ടായി. മറ്റൊന്നെന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ വളർച്ചയെ ഇത് സഹായിച്ചു. എന്നുവെച്ചാൽ ഈ പറയുന്ന സാധാരണ ജനങ്ങളുടെ വളർച്ചയെ ഫ്രഞ്ച് റവല്യൂഷൻ സഹായിച്ചു. പിന്നീട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തു. ഇതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ്. ഒന്ന്, പിൽക്കാലത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. ഫ്രാൻസിലെ ഫ്യൂഡൽ സിസ്റ്റം തകർന്നു. രാഷ്ട്രമെന്നാൽ പ്രദേശമല്ല, ജനങ്ങളാണ് എന്ന വാദം വന്നു. ജനങ്ങളാണ് പരമാധികാരികളെന്ന ആ ഒരു ഡിക്ലറേഷൻ ലോകത്തിന് സംഭാവന നൽകി. ദേശീയതയുടെ ആവിർഭാവമുണ്ടായി. മൂന്നാം എസ്റ്റേറ്റ് അഥവാ മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് പ്രചരണവും ഉണ്ടായി. ഇതായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻസിൻ്റെ ഇമ്പാക്റ്റ്. അതിൽ ആസ്ട്രിയൻ ചാൻസലറായ മെറ്റേണി പറയുന്നൊരു വാക്കുകളുണ്ട്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. എന്നുവെച്ചാൽ ഫ്രാൻസിലൊരു പ്രശ്നമുണ്ടായാൽ അത് യൂറോപ്പിലാകെ സ്പ്രെഡ് ചെയ്യും. അതാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. ഈ ഫ്രാൻസിലുണ്ടായ ഈ സംഭവങ്ങൾ മറ്റുള്ള എല്ലാ ഭാഗത്തേക്കും അതെന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻസിൻ്റെ എഫക്റ്റാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് ഫ്രഞ്ച് റവല്യൂഷൻസിലെ ഒരുപാട് റൂളേഴ്സിനെ നമ്മൾ ലൂയിസ് 15, ലൂയിസ് 14, മേരി ആൻറ്റോണിയസ്, ലൂയിസ് 16 എന്നിങ്ങനെ ഒരുപാട് ചക്രവർത്തിമാരെ കുറിച്ച് പഠിച്ചു അല്ലേ. ബുർബൽ രാജാക്കന്മാർ, ബുർബൽ എന്ന് പറയുന്ന രാജവംശം, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് ഫ്രാൻസിലെ പ്രസിദ്ധനായ ഒരു ചക്രവർത്തി നെപ്പോളിയൻ ബോണപ്പാർട്ട്, അദ്ദേഹത്തിൻ്റെ റീഫോംസിനെയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. നെപ്പോളിയൻ്റെ റീഫോംസ് നോക്കാം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞപ്പോൾ ഈ ലൂയിസ് 15, ലൂയിസ് 14, മേരി ആൻറ്റോണി ഇവരൊക്കെ ഒരു ഓട്ടോക്രാറ്റിക് റൂളറായിരുന്നു. അതുപോലെ റൂളേഴ്സ് വേഴ്സ് കോണ്ടേഴ്സ് എന്ന് വെച്ചാൽ ആഡംബര ജീവിതം അഥവാ ധൂർത്ത ഭരണാധികാരിയുമായിരുന്നു. നെപ്പോളിയനും ഒരു ഓട്ടോക്രാറ്റിക് റൂളർ തന്നെയായിരുന്നു,
ഒരു ഏകാധിപത്യ ഭരണാധികാരിയായിരുന്നു. എങ്കിലും ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ അദ്ദേഹം ഫ്രാൻസിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആ റീഫോംസ് അഥവാ പരിഷ്കാരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നെപ്പോളിയൻ്റെ റീഫോംസ് എന്തൊക്കെയാണ്, നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ റീഫോംസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഫാമേഴ്സിനെ ലാൻഡിൻ്റെ ഓണറാക്കി മാറ്റി, കർഷകരെ കൃഷിഭൂമിയുടെ ഓണറാക്കി ഉടമസ്ഥരാക്കി മാറ്റി അദ്ദേഹം. പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും കയ്യിലുണ്ടായിരുന്ന ഭൂമികൾ പിടിച്ചെടുത്ത് അതിൻ്റെ എല്ലാ ഓണർഷിപ്പ് ആർക്ക് കൊടുത്തു? കർഷകർക്ക് കൊടുത്തു. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ റീഫോംസ് എന്ന് പറയുന്നത് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. രണ്ടാമത്തെ പബ്ലിക് ഡെബിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപീകരിച്ചു. സിങ്കിങ് ഫണ്ട്. ഓക്കെ. മൂന്നാമത്തത് ഗതാഗത പുരോഗതിക്ക് വേണ്ടി സെവറൽ റോഡ്സ്, നിരവധി റോഡുകൾ സ്ഥാപിച്ചു. അപ്പോൾ ഗതാഗത പുരോഗതിക്ക് വേണ്ടി ഒരുപാട് റോഡുകൾ അദ്ദേഹം സ്ഥാപിച്ചു. നാലാമത്തത് ഈ പ്രഭുക്കന്മാരുടെ പുരോഹിതന്മാരുടെ മേൽ രാജ്യം നിയന്ത്രണം ഏർപ്പെടുത്തി. പുരോഹിതന്മാരുടെ മേൽ രാജ്യം എന്ത് ചെയ്തു? ഒരു കൺട്രോൾ ഏർപ്പെടുത്തി. ഓക്കെ. മറ്റൊന്ന് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യത്ത് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. മറ്റൊന്ന് ഫ്രാൻസിലെ നിലവിലുള്ള എല്ലാ ലോസും നിയമങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് ദ ന്യൂ കോഡ് ഓഫ് ലോ, ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അതായത് ഫ്രാൻസിലെ നിലവിലുള്ള നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ ഒരു നിയമം ഉണ്ടാക്കി. ഇതായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ റീഫോംസ്, അഡ്മിനിസ്ട്രേഷൻ റീഫോംസ്, ഭരണ പരിഷ്കാരങ്ങൾ. ഒന്ന്, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. രണ്ട്, സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. മൂന്ന്, നിരവധി റോഡുകൾ സ്ഥാപിച്ചു. നാല്, പുരോഹിതന്മാരുടെ മേൽ രാജ്യം നിയന്ത്രണം ഏർപ്പെടുത്തി. അഞ്ച്, ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ആറ്, നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഇങ്ങനെ 6 റീഫോംസാണ് നെപ്പോളിയൻ്റെത്. ശരിക്കും നെപ്പോളിയൻ എന്ന് പറയുന്ന ആ ചക്രവർത്തിയെ യൂറോപ്യൻസ് എല്ലാം ഭയപ്പെട്ടിരുന്നു. ശരിക്കും അദ്ദേഹത്തെ അല്ല അവരൊന്നും ഭയപ്പെട്ടത്, കാരണം അദ്ദേഹത്തിൻ്റെ റീഫോംസ്, ഭരണപരിഷ്കാരങ്ങളെയായിരുന്നു. ഈ ഭരണപരിഷ്കാരങ്ങൾ യൂറോപ്പിലേക്ക് മൊത്തം വ്യാപിച്ചു കഴിഞ്ഞാൽ അത് ആ രാജ്യത്തിന് തന്നെ ഒരു പ്രശ്നമായി തീരുമെന്നായിരുന്നു എല്ലാ രാജ്യക്കാരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇംഗ്ലണ്ട് അടക്കമുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും സംഘടിച്ചുകൊണ്ട് നെപ്പോളിയനെതിരെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൻ്റെ അവസാനം നെപ്പോളിയൻ 1815 വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് നെപ്പോളിയൻ. അപ്പോൾ നമ്മളിവിടെ പറയാനുള്ളത് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ ഇവിടെ അവസാനിച്ചു. ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന്, നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റിയെ 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. ആ 3 എസ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഓക്കെ. പിന്നീട് നമുക്കിതിൽ പഠിക്കാനുള്ളത്, ഫ്രഞ്ച് സൊസൈറ്റിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലെ ആ ഡിവൈഡ് ചെയ്ത എസ്റ്റേറ്റ് സിസ്റ്റത്തെ നമ്മൾ പ്രധാനമായിട്ടും വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണ്, പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്തകന്മാരുടെ ഐഡിയോളജീസ് എന്താണ് പഠിക്കണം. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻസിൻ്റെ ഇമ്പാക്റ്റുകൾ പഠിക്കണം. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. ഇത്രയാണ് ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ഭാഗം, മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന റഷ്യൻ റവല്യൂഷനാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ പരിചയപ്പെടാം. ഓക്കെ.